ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സുപ്രധാന നിയമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ടുള്ള ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമത്തെക്കുറിച്ചാണ്. 2005 വന്ന പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിനെ കുറിച്ച് നോക്കാം. കുടുംബത്തിനകത്ത് സംഭവിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള അതിക്രമത്തിന് അല്ലെങ്കിൽ ഹിംസയ്ക്ക് ഇരയാകുന്ന സ്ത്രീകളുടെ ജീവനും സുരക്ഷയ്ക്കും വേണ്ടിയുള്ള നിയമമാണ് പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005. ശാരീരികമോ മാനസികമോ ലൈംഗികമോ വാചികമോ സാമ്പത്തികമായിട്ടോ ആയിട്ടുള്ള ചൂഷണങ്ങൾ എല്ലാം ഗാർഹിക പീഡനത്തിൽ ഉൾപ്പെടുന്നു. ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം കുട്ടിയായിട്ട് പരിഗണിക്കുന്നത് 18 വയസ്സിൽ താഴെ പ്രായമുള്ള ഏതൊരു വ്യക്തിയെയും ആൺ പെൺ എന്നുള്ള വ്യത്യാസം ഇല്ലാതെയാണ്. ഗാർഹിക പീഡന നിരോധന നിയമം പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005 പാസാക്കിയ വർഷം എന്നാണെന്ന് ചോദിച്ചാൽ 2005 സെപ്റ്റംബർ മാസം 13 ഗാർഹിക ഹിംസയിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കാൻ നിയമം 2005 നിലവിൽ വന്ന തീയതിയാണ് 2006 ഒക്ടോബർ മാസം 26. ഗാർഹിക പീഡന നിരോധന നിയമത്തിന്റെ പ്രധാനപ്പെട്ട ഗുണഭോക്താക്കളായിട്ട് സ്ത്രീകളും കുട്ടികളുമാണ് വരുന്നത്. നിയമത്തിലെ ആകെ വകുപ്പുകളുടെ എണ്ണം 37. നമുക്കതിലെ പ്രധാനപ്പെട്ട ചില വകുപ്പുകൾ മാത്രം നോക്കാം. വകുപ്പ് 2 നിയമത്തിൻ്റെ നിർവചനങ്ങളെ പറ്റി പറയുന്നു. വകുപ്പ് 3 ഗാർഹിക പീഡനത്തെ പറ്റി പറയുന്നു. 4 പ്രൊട്ടക്ഷൻ ഓഫീസറെ പറ്റി, സേവനദാതാക്കൾ എന്നിവരുടെ അധികാരങ്ങളെക്കുറിച്ച് പറയുന്നു. 8 ആയപ്പോഴേക്കും പ്രൊട്ടക്ഷൻ ഓഫീസറുടെ നിയമനത്തെക്കുറിച്ചാണ്. വകുപ്പ് 9 പ്രൊട്ടക്ഷൻ ഓഫീസറുടെ ചുമതലകൾ. 10 സേവനദാതാവിൻ്റെ അധികാരങ്ങൾ. 12 അന്വേഷണ നടപടിക്രമങ്ങൾ. 18 സംരക്ഷണ ഉത്തരവ്, അതായത് പ്രൊട്ടക്ഷൻ ഓർഡറിനെ പറ്റി പറയുന്നു. വകുപ്പ് 20 ആയപ്പോഴേക്കും സാമ്പത്തിക സഹായത്തെ പറ്റിയും 22 നഷ്ടപരിഹാര ഉത്തരവിനെ പറ്റിയും 27 അധികാര പരിധിയെ പറ്റി പറയുന്നു. വകുപ്പ് 33 ആയപ്പോഴേക്കും പ്രൊട്ടക്ഷൻ ഓഫീസർ കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തിയാൽ ചുമത്താവുന്ന പിഴയെക്കുറിച്ച് പരാമർശിക്കുന്നു. വകുപ്പ് 37 ആയപ്പോഴേക്കും നിയമം നടപ്പാക്കുന്നതിനും പുതിയ വ്യവസ്ഥകൾ കൊണ്ടുവരുന്നതിനും കേന്ദ്ര സർക്കാരിനുള്ള അധികാരത്തെ പറ്റിയാണ് വകുപ്പ് 37 പരാമർശിക്കുന്നത്. നമുക്കെല്ലാം ഒന്നുകൂടെ വായിക്കാം. വകുപ്പ് 2 നിയമത്തിലെ നിർവചനങ്ങൾ. 3 ഗാർഹിക പീഡനം. 4 പ്രൊട്ടക്ഷൻ ഓഫീസർ, സേവനദാതാക്കൾ എന്നിവരുടെ അധികാരങ്ങളെക്കുറിച്ച്. 8 പ്രൊട്ടക്ഷൻ ഓഫീസറുടെ നിയമനം. 9 പ്രൊട്ടക്ഷൻ ഓഫീസറുടെ ചുമതലകൾ. 10 സേവനദാതാവിൻ്റെ അധികാരങ്ങൾ. 12 അന്വേഷണ നടപടിക്രമങ്ങൾ. 18 സംരക്ഷണ ഉത്തരവ്, പ്രൊട്ടക്ഷൻ ഓർഡറിനെ പറ്റി. 20 ആയപ്പോൾ സാമ്പത്തിക സഹായം. 22 നഷ്ടപരിഹാര ഉത്തരവ്. 27 അധികാര പരിധിയെ പറ്റി പറയുന്നു. വകുപ്പ് 33 പ്രൊട്ടക്ഷൻ ഓഫീസർ കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തിയാൽ ചുമത്താവുന്ന പിഴയെ പറ്റി പരാമർശിക്കുന്നു. 37 നിയമം നടപ്പിലാക്കുന്നതിനും പുതിയ വ്യവസ്ഥകൾ കൊണ്ടുവരുന്നതിനും കേന്ദ്ര സർക്കാരിൻ്റെ അധികാരത്തെ പറ്റിയാണ് വകുപ്പ് 37 പറയുന്നത്. നിയമത്തിലെ ആകെ അധ്യായങ്ങളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ 5 അധ്യായമാണുള്ളത്. ഗാർഹിക അതിക്രമങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന നിയമത്തിലെ അധ്യായമാണ് അധ്യായം 2. ഗാർഹിക അതിക്രമങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന അധ്യായം 2. ഗാർഹിക പീഡന നിരോധന നിയമത്തിലെ പ്രൊട്ടക്ഷൻ ഓഫീസർമാർ, സേവനദാതാക്കൾ എന്നിവരുടെ ചുമതലകളെയും അധികാരങ്ങളെയും കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായം 3. ഇനി പ്രധാനപ്പെട്ട നിർവചനങ്ങൾ നോക്കാം. ഗാർഹിക പീഡനം എന്തെന്ന് നോക്കിയാൽ പരാതിക്കാരിയെ മാനസികമായോ ശാരീരികമോ ആയി മുറിവേൽപ്പിക്കുന്നതോ വേദനിപ്പിക്കുന്നതോ അവളുടെ ആരോഗ്യം, സുരക്ഷ, ശാരീരിക അവയവങ്ങൾ എന്നിവയെ അപകടത്തിലാക്കുന്നതോ അതിനിടയാക്കുന്നതോ ആയിട്ടുള്ള എതിർകക്ഷിയുടെ പ്രവൃത്തി, പെരുമാറ്റം എന്നിവ ഗാർഹിക പീഡനമായിട്ട് കണക്കാക്കുന്നു. ശാരീരികമോ ലൈംഗികമോ വാചികമോ വൈകാരികമോ സാമ്പത്തികമോ ആയിട്ടുള്ള ചൂഷണം ചെയ്യൽ ഗാർഹിക പീഡനത്തിൽ ഉൾപ്പെടുന്നു. സ്ത്രീധനത്തിനോ സ്വത്തിനോ നിയമവിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും ആവശ്യം സാധിക്കുന്നതിനോ പരാതിക്കാരിയോ അവരുമായിട്ട് ബന്ധമുള്ള മറ്റാരെയോ
എങ്കിലുമോ എതിർ കക്ഷി നിർബന്ധിക്കുകയോ പീഡിപ്പിക്കുകയോ അപകടത്തിലാക്കുകയോ ചെയ്യുന്നതും പരാതിക്കാരിയെ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ മുറിവേൽപ്പിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യുന്നതും ഗാർഹിക അതിക്രമമാണ്. ശാരീരിക പീഡനം. പരാതിക്കാരിക്ക് ശാരീരിക വേദനയോ ഉപദ്രവമോ അവളുടെ ജീവനോ അവയവത്തിനോ ആരോഗ്യത്തിനോ അപകടമോ ആകുന്ന ഏതു തരം പ്രവൃത്തിയും പെരുമാറ്റവും അതിക്രമവും ബലപ്രയോഗവും ഭീഷണിയും ശാരീരിക പീഡനം എന്നതിനകത്ത് വരുന്നു. ലൈംഗിക പീഡനം. ലൈംഗിക സ്വഭാവമുള്ള അംഗവിക്ഷേപം, അപമാനിക്കൽ, സ്ത്രീയുടെ മാന്യതയ്ക്ക് ഭംഗം വരുത്തുന്ന പ്രവൃത്തികളൊക്കെ വരുന്നു. സാമ്പത്തിക പീഡനം. പരാതിക്കാരിക്ക് നിയമപരമായിട്ടോ ആചാരപ്രകാരമായിട്ടോ അർഹതയുള്ള സ്ത്രീധനമോ സ്വത്തോ ജീവനാംശമോ പങ്കുപാർക്കുന്ന വീടിൻ്റെ വാടകയോ അപഹരിക്കുക, നിഷേധിക്കുക, ലഭ്യമാകുന്നത് തടയുക, പരാതിക്കാരിയുടെ സ്വത്തുകൾ അന്യാധീനപ്പെടുത്തുക എന്ന കാര്യങ്ങളെല്ലാം സാമ്പത്തിക പീഡനത്തിൽ വരുന്നു. അടുത്തതായിട്ട് വാചികവും വൈകാരികവുമായിട്ടുള്ള പീഡനം. പരാതിക്കാരിയെ കുഞ്ഞില്ലാത്തതിൻ്റെയോ ആൺകുഞ്ഞില്ലാത്തതിൻ്റെയോ പേരിൽ അധിക്ഷേപിക്കൽ, ഇരട്ടപ്പേര് വിളിക്കൽ, നാണം കെടുത്തൽ, പരാതിക്കാരിക്ക് താല്പര്യമുള്ള ഏതെങ്കിലും വ്യക്തിയെ ഉപദ്രവിക്കുമെന്ന ഭീഷണിയൊക്കെയാണ് വാചികവും വൈകാരികവുമായിട്ടുള്ള പീഡനം. ഗാർഹിക ബന്ധം. ഒരു വീട്ടിൽ ഒരുമിച്ച് ഏതെങ്കിലും ഘട്ടത്തിൽ രക്തബന്ധം വഴിയോ വിവാഹത്തെ തുടർന്നോ വിവാഹം പോലുള്ള ബന്ധത്തെ തുടർന്നോ ദത്തെടുത്തതിനെ തുടർന്നോ കൂട്ടുകുടുംബങ്ങളായിട്ടോ ജീവിച്ച രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധമാണ് ഗാർഹിക ബന്ധം. ഗാർഹിക ബന്ധത്തിൽ കഴിയുന്ന വനിതയ്ക്ക് പങ്കാളിയുമായിട്ട് താമസിച്ച വീട്ടിൽ ഏതെങ്കിലും അവകാശമോ അധികാരമോ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ വീട്ടിൽ തുടർന്ന് താമസിക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കുമെന്ന് നിയമത്തിൽ പറയുന്നു. സ്ത്രീപക്ഷ ആത്മഹത്യകളും സ്ത്രീധന മരണങ്ങളും വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ കുടുംബശ്രീ ആരംഭിച്ച സംസ്ഥാനതല ക്യാമ്പയിനാണ് സ്ത്രീപക്ഷ നവകേരളം. സ്ത്രീപക്ഷ നവകേരളം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡർ നിമിഷ സജയൻ ആണ്. എതിർകക്ഷി എന്നാൽ എന്ത്? പരാതിക്കാരിക്ക് ഗാർഹിക ബന്ധമുള്ളതോ ഉണ്ടായിരുന്നതോ ആയിട്ടുള്ള പ്രായപൂർത്തിയായിട്ടുള്ള പുരുഷനാണ് എതിർകക്ഷി. പരാതിയുള്ള ഭാര്യ അല്ലെങ്കിൽ ദാമ്പത്യത്തിന് സമാനമായിട്ടുള്ള ബന്ധത്തിൽ ജീവിച്ച സ്ത്രീയുടെ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ പുരുഷ പങ്കാളിയുടെ ബന്ധുവാകാം. പങ്കുപാർത്ത വീട്. പരാതിക്കാരി ഒറ്റയ്ക്കോ എതിർകക്ഷിയോടൊപ്പമോ ഗാർഹിക ബന്ധപ്രകാരം ജീവിക്കുന്നതോ എന്തെങ്കിലും ജീവിച്ചതോ ആയിട്ടുള്ള ആയ വീട്. എതിർകക്ഷി അംഗമായിട്ടുള്ള കൂട്ടുകുടുംബവുമാവാം. പരാതിക്കാരി എതിർകക്ഷിയുമായിട്ട് ഗാർഹിക ബന്ധമുള്ളതോ ഉണ്ടായിരുന്നതോ ആയ എതിർകക്ഷിയാൽ ഏതെങ്കിലും തരത്തിലുള്ള ഗാർഹിക അതിക്രമത്തിന് ഇരയായതോ ആയിട്ടുള്ള സ്ത്രീയാണ്. ആരോപണമുള്ള സ്ത്രീയാണ് പരാതിക്കാരി. ഗാർഹിക ഹിംസയിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കൽ നിയമം 2005 പാസ്സാക്കുന്ന സമയത്തെ ഇന്ത്യൻ രാഷ്ട്രപതി ആരെന്ന് ചോദിച്ചാൽ ഡോക്ടർ APJ അബ്ദുൽ കലാമാണ്. ഗാർഹിക ഹിംസയിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കൽ നിയമം പാസ്സാക്കുന്ന സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനുള്ള അന്താരാഷ്ട്ര ദിനം നവംബർ 25. ഗാർഹിക പീഡനവുമായിട്ട് ബന്ധപ്പെട്ട് സഹായത്തിനും സംശയ നിവാരണത്തിനുമായിട്ടുള്ള ഹെൽപ്പ് ലൈൻ നമ്പറാണ് 181 181. പരാതി എന്നാൽ എന്ത്? ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം ആർക്കൊക്കെ പരാതി നൽകാം? ഗാർഹിക അതിക്രമത്തിന് വിധേയരായിട്ട് എന്ന് ആരോപിക്കപ്പെടുന്ന സ്ത്രീ ഒരു ഗാർഹിക അതിക്രമം നടക്കുന്നുവെന്നോ അല്ലെങ്കിൽ നടക്കാൻ സാധ്യതയുണ്ട് എന്നറിയാവുന്ന ഏതൊരാൾക്കും പരാതി നൽകാം. ഗാർഹിക പീഡനം നേരിട്ടത് ഒരു കുട്ടിക്കാണെങ്കിൽ കുട്ടിയുടെ അമ്മയ്ക്ക് തൻ്റെ പ്രായപൂർത്തിയാകാത്ത കുട്ടിക്ക് വേണ്ടി പരാതി നൽകാം. ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം ആർക്കാണ് പരാതി നൽകേണ്ടത്? പോലീസ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ഓഫീസർ അല്ലെങ്കിൽ മജിസ്ട്രേറ്റിന് മുമ്പിൽ നമുക്ക് പരാതി സമർപ്പിക്കാം. ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം ആർക്കെതിരെ പരാതി നൽകാം? സ്ത്രീയുമായിട്ട് ഗാർഹിക ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പ്രായപൂർത്തിയായിട്ടുള്ള ഏതൊരു പുരുഷ അംഗത്തിനെതിരെയും പരാതി നൽകാം. ഭർത്താവ് അല്ലെങ്കിൽ പുരുഷ പങ്കാളിയുടെ ബന്ധുക്കൾക്കെതിരെ പരാതി നൽകാം. ബന്ധുക്കളിൽ പുരുഷന്മാരും സ്ത്രീകളും ഉൾപ്പെടാം. ഗാർഹിക പീഡനത്തിൽ നിന്നും വനിതകളെ സംരക്ഷിക്കാൻ വനിതാ ശിശു വികസന വകുപ്പ് തപാൽ വകുപ്പുമായിട്ട് സംയോജിച്ച് ആരംഭിച്ച പദ്ധതിയാണ് രക്ഷാദൂത്.
പ്രൊട്ടക്ഷൻ ഓഫീസറിനെ കുറിച്ച് നോക്കാം. ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം പ്രൊട്ടക്ഷൻ ഓഫീസറെ നിയമിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. ഓരോ ജില്ലയിലും ആവശ്യമുള്ള പ്രൊട്ടക്ഷൻ ഓഫീസർമാരുടെ എണ്ണം, അവരുടെ ചുമതലകൾ, നിർവഹിക്കേണ്ട പ്രദേശം, അധികാരപരിധി എന്നിവ നിശ്ചയിക്കുന്നതും സർക്കാരാണ്. പ്രൊട്ടക്ഷൻ ഓഫീസറുടെ കാലാവധി 3 വർഷമാണ്. പ്രൊട്ടക്ഷൻ ഓഫീസറായിട്ട് നിയമിക്കുന്ന ആൾ സർക്കാർ ഉദ്യോഗസ്ഥനോ സന്നദ്ധ പ്രതിനിധികളോ ആകാം. ഒരു ഗാർഹിക അതിക്രമണം നടന്നുവെന്നോ അല്ലെങ്കിൽ നടക്കാൻ സാധ്യത ഉണ്ടെന്നോ അറിയാവുന്ന ഏതൊരു വ്യക്തിക്കും ആ വിവരം ബന്ധപ്പെട്ട പ്രൊട്ടക്ഷൻ ഓഫീസറെ അറിയിക്കാവുന്നതാണ് എന്ന് പരാമർശിക്കുന്ന വകുപ്പ് 4-ൽ 1. ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്താൽ വാദിയെയും കോടതിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് പ്രൊട്ടക്ഷൻ ഓഫീസറാണ്. ഏതെങ്കിലും പ്രൊട്ടക്ഷൻ ഓഫീസർ തൻ്റെ കർത്തവ്യ നിർവഹണത്തിൽ നിന്നും വീഴ്ച വരുത്തിയാൽ ലഭിക്കാവുന്ന ശിക്ഷ 1 വർഷം വരെ തടവോ 20,000 രൂപ വരെ പിഴയോ അതോ രണ്ടും കൂടിയോ ലഭിക്കാം. ചുമതലകൾ: പ്രൊട്ടക്ഷൻ ഉത്തരവ് ലഭിക്കുന്നതിന് പരാതിക്കാരിയുടെ ആവശ്യപ്രകാരം നിർദ്ദിഷ്ട ഫോറത്തിൽ അപേക്ഷ തയ്യാറാക്കി മജിസ്ട്രേറ്റിന് നൽകുക. ഡൊമസ്റ്റിക് ഇൻസിഡന്റ് റിപ്പോർട്ട് തയ്യാറാക്കി അത് ബന്ധപ്പെട്ട മജിസ്ട്രേറ്റിന് സമർപ്പിക്കുകയും പകർപ്പുകൾ പോലീസ് ഉദ്യോഗസ്ഥൻ, സേവനദാതാവ് എന്നിവർക്ക് നൽകുകയും ചെയ്യുക. അതൊക്കെയാണ് പ്രധാനപ്പെട്ട ചുമതലയായിട്ട് വരുന്നത്. അതേപോലെ ഈ നിയമപ്രകാരമുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് മജിസ്ട്രേറ്റിനെ സഹായിക്കുക, സൗജന്യ നിയമസഹായം ലഭിക്കുന്നതിനുള്ള അപേക്ഷാ ഫോറം സൗജന്യമായിട്ട് നൽകുകയും നിയമസഹായം, സാമ്പത്തിക സഹായം ലഭ്യമായെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. പരാതിക്കാരിയുടെ ആവശ്യപ്രകാരം സുരക്ഷിതമായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ ഹോം ലഭ്യമാക്കുകയും ഈ വിവരം ഷെൽട്ടർ ഹോം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ ബന്ധപ്പെട്ട മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ എന്നിവയിൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. മജിസ്ട്രേറ്റിന്റെ സേവന പരിധിയിലുള്ള സേവനദാതാവ് ഷെൽട്ടർ ഹോമുകൾ, ആരോഗ്യ സംവിധാനങ്ങൾ, കൗൺസിലിംഗ് സേവനങ്ങൾ എന്നിവയുടെ ഡയറക്ടറി തയ്യാറാക്കുക. ഗാർഹിക അതിക്രമത്തിന് ഇരയായവരെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കുകയും പരിശോധനാ റിപ്പോർട്ട് ഗാർഹിക അതിക്രമം നടന്ന സ്ഥലത്തെ പോലീസ് സ്റ്റേഷൻ, മജിസ്ട്രേറ്റ് എന്നിവയ്ക്ക് നൽകുക. ഡൊമസ്റ്റിക് ഇൻസിഡന്റ് റിപ്പോർട്ട് DIR എന്തെന്ന് നോക്കാം. സംരക്ഷണ ഉദ്യോഗസ്ഥനോ രജിസ്റ്റർ ചെയ്ത സേവനദാതാവോ ഗാർഹിക പീഡനം സംബന്ധിച്ച പരാതികൾ പരാതിക്കാരിയിൽ നിന്നും രേഖപ്പെടുത്തുകയും റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്യുന്നു. ഈ റിപ്പോർട്ടിനെ അറിയപ്പെടുന്നതാണ് ഡൊമസ്റ്റിക് ഇൻസിഡൻസ് റിപ്പോർട്ട്. DIR തയ്യാറാക്കുന്നത് പ്രൊട്ടക്ഷൻ ഓഫീസറാണ്. DIR സമർപ്പിക്കേണ്ടത് മജിസ്ട്രേറ്റിന് മുൻപാകെയാണ്. DIRന്റെ പകർപ്പ് നൽകേണ്ടത് ഗാർഹിക അതിക്രമം റിപ്പോർട്ട് ചെയ്ത പ്രദേശത്തെ പോലീസ് ഉദ്യോഗസ്ഥൻ. സേവനദാതാവിനെ കുറിച്ച് നോക്കാം. 1860 സൊസൈറ്റീസ് രജിസ്ട്രേഷൻ നിയമപ്രകാരമോ 1956 കമ്പനി നിയമപ്രകാരമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിയമം വഴിയോ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും സ്ത്രീകളുടെയും കുട്ടികളുടെയും സംരക്ഷണത്തിനായിട്ട് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടന ഈ നിയമപ്രകാരം സേവനദാതാവായിട്ട് പ്രവർത്തിക്കുന്നതിന് സംസ്ഥാന സർക്കാരിന് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. സേവനദാതാവിൻ്റെ ചുമതലകൾ നോക്കുമ്പോൾ ഡൊമസ്റ്റിക് ഇൻസിഡൻസ് റിപ്പോർട്ട് തയ്യാറാക്കി ബന്ധപ്പെട്ട മജിസ്ട്രേറ്റ്, പ്രൊട്ടക്ഷൻ ഓഫീസർ എന്നിവർക്ക് നൽകുക. പരാതിക്കാരിയുടെ വൈദ്യപരിശോധനാ റിപ്പോർട്ട് പ്രൊട്ടക്ഷൻ ഓഫീസർ, പോലീസ് ഉദ്യോഗസ്ഥൻ എന്നിവർക്ക് നൽകുക. ഗാർഹിക പീഡനത്തിന് ഇരയായ സ്ത്രീയെ താമസിക്കുന്ന ഷെൽട്ടർ ഹോമുകളുടെ വിവരം പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യുക. സർക്കാരിൻ്റെ ചുമതലകൾ ഇതിൽ എന്തൊക്കെയാണ്? റേഡിയോ, പത്രം, ടെലിവിഷൻ എന്നീ പൊതുമാധ്യമങ്ങൾ വഴി നിയമത്തിലെ വ്യവസ്ഥകളെക്കുറിച്ച് ബോധവൽക്കരിക്കുക. ആഭ്യന്തരം, ആരോഗ്യം, സാമൂഹിക ക്ഷേമം എന്നീ വകുപ്പുകളുടെ കാര്യക്ഷമമായിട്ടുള്ള ഉപയോഗത്തിനും അവയുടെ ഏകോപനം സാധ്യമാക്കുക. മന്ത്രാലയങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ തയ്യാറാക്കുക, അത് നടപ്പിലാക്കുക. ഗാർഹിക പീഡന നിരോധന നിയമം അനുസരിച്ച് അവയിൽ അപ്പീൽ നൽകാനുള്ള സമയം 1 മാസം വരെയാണ്. മജിസ്ട്രേറ്റിനെ കുറിച്ച് നോക്കാം. ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം ആർക്കാണ് മജിസ്ട്രേറ്റിന് അപേക്ഷ നൽകാൻ കഴിയുന്നത്? അതിക്രമത്തിന് ഇരയായ വ്യക്തിക്ക്, പ്രൊട്ടക്ഷൻ ഓഫീസർക്ക്, ആക്രമിക്കപ്പെട്ട വ്യക്തിക്ക് വേണ്ടി മറ്റൊരു വ്യക്തിക്കും കൊടുക്കാം. ഈ നിയമപ്രകാരം ഒരു മജിസ്ട്രേറ്റ് പാസ്സാക്കാവുന്ന ഉത്തരവുകൾ പ്രതിയോടോ അല്ലെങ്കിൽ പീഡനത്തിനിരയായ സ്ത്രീയോടോ തനിച്ചോ അല്ലെങ്കിൽ രണ്ടുപേരും ഒന്നിച്ചോ
കൗൺസിലിങ്ങിന് വിധേയരാക്കാൻ നിർദ്ദേശിക്കുക. അതിക്രമത്തിന് ഇരയായ സ്ത്രീയെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യരുതെന്ന് നിർദ്ദേശിക്കുക. നടപടിക്രമങ്ങൾ രഹസ്യമായി നടത്താൻ നിർദ്ദേശിക്കുക. പരാതിക്കാരിക്ക് അനുകൂലമായിട്ടും പ്രതിക്ക് എതിരായിട്ടും സംരക്ഷണ ഉത്തരവുകൾ പുറപ്പെടുവിക്കുക. ഗാർഹിക പീഡനത്തിന് ഇരയായവൾക്ക് അവരുടെ നഷ്ടങ്ങൾ ചെലവുകളും നികത്താൻ ധനസഹായം അനുവദിക്കുക. നഷ്ടപരിഹാരം നൽകുക. മജിസ്ട്രേറ്റിന്റെ ഏതെങ്കിലും ഉത്തരവിന്റെ ലംഘനം നിയമപ്രകാരം ശിക്ഷാർഹമാണ്. മജിസ്ട്രേറ്റിന് തന്റെ ഏതെങ്കിലും കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നതിൽ സഹായിക്കാനായിട്ട് പരാതിക്കാരിയുമായിട്ട് ബന്ധമുള്ളതോ അല്ലാതോ ആയതും കുടുംബക്ഷേമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നതോ ആയ ഒരു വനിതയുടെ സേവനം തേടാവുന്നതാണ്. പരാതിക്കാരിക്ക് ഉണ്ടായിട്ടുള്ള നഷ്ടം നികത്താൻ സാമ്പത്തിക സഹായം നൽകാൻ മജിസ്ട്രേറ്റിന് നിർദ്ദേശിക്കാവുന്നതാണ്. ഗാർഹിക പീഡനം സംബന്ധിച്ച് പരാതി കോടതിയിൽ ലഭിച്ച് എത്ര ദിവസത്തിനുള്ളിൽ വാദം കേൾക്കണം? 3 ദിവസം. മജിസ്ട്രേറ്റ് വാദം തീർപ്പാക്കേണ്ട കാലാവധി ആദ്യ വിചാരണ തീയതി മുതൽ 60 ദിവസത്തിനകം പൂർത്തിയാകണം. ഗാർഹിക പീഡനം അനുഭവിക്കുന്നവർക്ക് ജില്ലാ പോലീസ് സൂപ്രണ്ടിന് നേരിട്ട് പരാതി നൽകുന്നതിനായിട്ട് കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് ദൃഷ്ടി എന്ന് പറയുന്ന പദ്ധതി. സ്ത്രീകൾക്ക് സ്വന്തം വീട്ടിലിരുന്ന് തന്നെ ആവശ്യമായിട്ടുള്ള നിയമസഹായം, കൗൺസിലിംഗ്, പോലീസ് സഹായം എന്നിവ ലഭ്യമാകുന്ന വനിതാ ശിശു വികസന വകുപ്പിൻ്റെ പദ്ധതിയാണ് കാതോർത്ത്. സോ ഫ്രണ്ട്സ്, ഇതോടുകൂടി ഗാർഹിക പീഡന നിരോധന നിയമം 2005 കുറിച്ചുള്ള ഗാർഹിക പീഡനത്തിൽ നിന്ന് സ്ത്രീകളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം 2005 കുറിച്ചുള്ള ഈ ഒരു ചെറിയ വീഡിയോ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇനി വേണ്ടുന്ന ടോപ്പിക്സും ഒക്കെ എന്നെ കമൻ്റായിട്ട് രേഖപ്പെടുത്തി അറിയിക്കാനും മറക്കരുത്. ഇതേപോലെയുള്ള കൂടുതൽ PSC റിലേറ്റഡ് നല്ല റാങ്ക് ബൂസ്റ്റിംഗ് വീഡിയോസും ടോപ്പിക് വൈസ് ക്ലാസ്സുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഏവർക്കും നന്ദി, നമസ്കാരം.